ഹായ് സ്റ്റുഡൻസ്, ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പിൻ ഡയഗ്രാമാണ്. അപ്പോൾ നമ്മൾ മൈക്രോ പ്രോസസ്സർ 8085 ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിൻ്റെ പിൻ ഡയഗ്രാമാണ്. എന്നാൽ പിന്നെ ഇതിൻ്റെ സിഗ്നൽസും ഓരോ പിന്നിലും വരുന്ന സിഗ്നൽസും കാര്യങ്ങളും ഇതൊക്കെ എന്താണെന്നെല്ലാം കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ മൊഡ്യൂൾ ഇവിടെ അവസാനിക്കും. ഓക്കെ, എന്താണ് പിൻ ഡയഗ്രാം നോക്കാം. നമ്മൾ പറഞ്ഞിരുന്നു ഈ മൈക്രോ പ്രോസസ്സർ 8085 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 പിന്നാണ് ഇതിലുണ്ടാവുക എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ 1, 2, 3, 20, 21, 22 അങ്ങനെ 40 വരെ പിന്ന് വരുന്നത്. ഇതിൽ ഓരോ പിന്നിലും ഓരോ ദൗത്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. X1, X2, അതേപോലെ തന്നെ റീസെറ്റ് ഔട്ട്, അതേപോലെ തന്നെ ട്രിപ്പ് റീസെറ്റ്, SOD അല്ലേ, അതേപോലെ തന്നെ AD02 AD7 വരെ ഉണ്ട്. VSS ഉണ്ട്. VSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൗണ്ട് സിഗ്നലുണ്ട്. അതേപോലെ തന്നെ പിന്നെ 40ാമത്തെ പിന്നെ VCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പവർ സപ്ലൈ കൊടുക്കുന്നിടത്താണ്. ഒരിടത്ത് +5 വോൾട്ട് പവർ സപ്ലൈ കൊടുക്കുന്നതാണ് ഒരു പിന്ന് എന്ന് പറയുന്നത്. പിന്നെ ഹോൾഡ്, പിന്നെ ഹോൾഡ് അക്നോളജ്, അതേപോലെ തന്നെ ക്ലോക്ക് ഔട്ട്, റീസെറ്റ് ഇൻ, റെഡി, അങ്ങനെ പിന്നെ S1 S2 റീഡ് റൈറ്റ് മോഡുകളുണ്ട്. അതേപോലെ തന്നെ അഡ്രസ് ലാച്ച് എനേബിൾ ഉണ്ട്. അതേപോലെ തന്നെ അഡ്രസ് ബസ് A8 മുതൽ A15 വരെയുണ്ട്. അഡ്രസ് ബസ് ഉണ്ടല്ലോ നമ്മൾ പറഞ്ഞിരുന്നത്. ഓക്കെ, അഡ്രസ് ബസ്സും ഡാറ്റാ ബസ്സും ഇല്ലേ. അതിൽ അഡ്രസ് ബസ്സാണ് A08 മുതൽ A8 മുതൽ A15 വരെ. AD0 മുതൽ AD7 വരെയുള്ള അഡ്രസ് ഡാറ്റാ ബസ്സാണ്. അത് ചില സമയങ്ങളിൽ അഡ്രസ് ബസ്സായിട്ടും ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിശദമായിട്ട് ഇതിൽ നമുക്ക് പറയാം. ഓക്കെ, അപ്പം ഇതിൽ നോക്കാം. ഫസ്റ്റത്തെ പിൻ ഡയഗ്രാം, പിൻ ഡിസ്ക്രിപ്ഷൻസ് നോക്കാം. ഫസ്റ്റത്തെ അഡ്രസ് ബസ് A18 മുതൽ 15 വരെ, 15 to A18 വരെ. ഇറ്റ് ക്യാരീസ് ദ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8 ബിറ്റ് ഓഫ് മെമ്മറി ഓർ IO അഡ്രസ്. അപ്പോൾ A8 മുതൽ A15 വരെയുള്ളതാണ് അഡ്രസ് ബസ് എന്ന് പറഞ്ഞത്. 8 ബിറ്റാണ് വരുന്നത്. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8 ബിറ്റാണ്. ഇതിൽ ഒന്നുകിൽ എന്തുണ്ടാവും, മെമ്മറി അഡ്രസ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് അഡ്രസ്സ് ആയിരിക്കും, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഇതിലുണ്ടാവുക. ഓക്കെ, നമുക്കറിയാം അഡ്രസ് ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണി ഡയറക്ഷനിലാണ്. യൂണി ഡയറക്ഷനിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം യൂണി ഡയറക്ഷനിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് മെമ്മറിയിൽ നിന്ന് മൈക്രോ പ്രോസസ്സർക്ക് അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സിംഗിൾ ഇതിൽ മാത്രമേ എന്താവുള്ളൂ അത് നടക്കുള്ളൂ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ വിശദമായിട്ട് ഇതിൻ്റെ പ്രീവിയസ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ A8 മുതൽ A15 വരെയുള്ളതാണ് അഡ്രസ് ബസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെന്താ, മെമ്മറി അഡ്രസ്സോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ അഡ്രസ്സോ ആയിരിക്കും, ഓപ്പറേഷൻസ് അഡ്രസ്സൊക്കെ ആയിരിക്കും അതിലുണ്ടാവുക. ഓക്കെ, പെറിഫറൽ ഡിവൈസ്, അതായത് ഇൻപുട്ട് ഔട്ട് ഡിവൈസ്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റാ ബസ്സാണ്. ഡാറ്റാ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD0 മുതൽ AD7 വരെയുള്ളതാണ് ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. ഇതും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് 8 ബിറ്റ് അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ്. ഇവിടെ അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിലും ചേഞ്ച് ചെയ്യലെന്നില്ല, നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കൊന്നും കൂടി മനസ്സിലാവും ഇതിനെക്കുറിച്ച്. ഓക്കെ, AD0 മുതൽ AD7 വരെയുള്ള ഇതിനെ നമ്മൾ ഡാറ്റാ ബസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺട്രോൾ സിഗ്നൽസ് ആണ്. ദീസ് സിഗ്നൽസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ നാച്ചർ ഓഫ് ദി ഓപ്പറേഷൻ. ഈ സിഗ്നൽ, അതായത് ഈ പിന്ന്, ഇതൊക്കെ ഓരോ പിന്നുകളാണ് കേട്ടോ. ആ പിന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണിച്ചിട്ടില്ലായിരുന്നോ, ഇതിൻ്റെ തൊട്ട് ബാക്കിൽ നമ്മൾ പറഞ്ഞിട്ടായിരുന്നു. A8 മുതൽ 15 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 21 പിന്ന് മുതൽ 21, 22, 23 അങ്ങനെ 28 വരെയുള്ള പിന്ന്, മനസ്സിലായില്ലേ. അതേപോലെ തന്നെ AD0 മുതൽ AD7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മുതൽ 19 വരെയുള്ള പിന്നുകൾ, മനസ്സിലായില്ലേ. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞത് RD ആൻഡ് WR ആണ്. അത് നമുക്ക് അവിടെ വരുന്നത് 32 പിന്നും 31 പിന്നും അതിനെക്കുറിച്ചാണ്. പിന്നെ അതേപോലെ തന്നെ ALE എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്രസ് ലാച്ച് എനേബിൾ എന്നാണ് പറയുന്നത്, അതിൻ്റെ ഫുൾ ഫോം വരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 പിന്ന്. അപ്പോൾ ഇങ്ങനെ ഓരോ പിന്നുകളെ കുറിച്ചാണ് കേട്ടോ ഈ പറയുന്നത്. ഓക്കെ, അപ്പോൾ കൺട്രോൾ സിഗ്നൽ, ദീസ് സിഗ്നൽസ് ആർ യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ നാച്ചർ ഓഫ് ദി ഓപ്പറേഷൻ. അതിൽ എന്ത് ഓപ്പറേഷൻ നടക്കണം എന്നുള്ളത് മനസ്സിലാക്കൽ, അല്ലെങ്കിൽ എന്ത് ഓപ്പറേഷൻ നടക്കണം എന്നുള്ളത് നമ്മൾ മൈക്രോ പ്രോസസ്സറിന് പറഞ്ഞു കൊടുക്കൽ എന്താണ്, ഈ 3 സിഗ്നലിനെ ബേസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ദെയർ ആർ 3 കൺട്രോൾ സിഗ്നൽസ്, 3 കൺട്രോൾ സിഗ്നൽസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RD റീഡ്, WR റൈറ്റ്, ALE അഡ്രസ് ലാച്ച് എനേബിൾ.
ഓക്കെ, ഇത് ഓരോന്നും എങ്ങനെ എന്താണെന്നില്ല നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. ആർ ഡി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ റീഡ് ഓപ്പറേഷൻ. ഇതെന്താണ്? റീഡ് ഓപ്പറേഷനാണ് എന്ത് ചെയ്യുന്നത്, ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് പിന്നെ 32th പിന്നാണ്, അതായത് നമ്മളെ പിൻ ഡയഗ്രത്തിൽ 32ാമത്തെ പിന്നാണ് ആർ ഡി എന്ന് പറയുന്നത്. ആർ ഡി അതിൻ്റെ മുകളിൽ ഒരു ബാർ ഉണ്ടായിരിക്കും, മനസ്സിലായില്ലേ? ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ സെലക്ഷൻ IO ഓർ മെമ്മറി ഡിവൈസ് ടു ബി റീഡ്. ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താ? ഇൻപുട്ട് ഔട്ട്പുട്ട് നിന്നാണോ മെമ്മറിയിൽ നിന്നാണോ ഡാറ്റ റീഡ് ചെയ്യുന്നത് എന്നുള്ളത് ഇതെന്താ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത് ചിലപ്പം IO ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് നിന്നായിരിക്കും, അല്ലെങ്കിൽ മെമ്മറി ഡിവൈസ് നിന്നായിരിക്കും ഡാറ്റ റീഡ് ചെയ്യുന്നത്. അതെങ്ങനെ മനസ്സിലാക്കുക? ദ RD പിൻ ഈസ് ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ. വെൻ ആക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്റ്റീവ് എന്നുള്ള അർത്ഥമാണ്. വെൻ ഇറ്റ് ഈസ് ലോ ദ സെലക്ഷൻ മെമ്മറി ഓർ ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് റീഡ്. അതായത് ഇൻപുട്ടാണോ ഇതിപ്പോൾ ആക്റ്റീവ് ആണെങ്കിൽ, ഇപ്പോൾ റീഡ് അതായത് IO ഡിവൈസിൽ നിന്നാണോ മെമ്മറിയിൽ നിന്നാണോ എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വേറൊരു പിന്നും കൂടിയും കമ്പൈൻ ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്നും കൂടി ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു ടേബിളായിട്ട് നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാം RD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ഓപ്പറേഷനാണ്. ഇൻഡിക്കേറ്റ് ദാറ്റ് സെലക്ഷൻ IO ഓർ മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നാണോ മെമ്മറി ഡിവൈസിൽ നിന്നാണോ റീഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏതെങ്കിലും ഒന്നും എന്ത് ചെയ്യും, റീഡ് ചെയ്യും. അതെങ്ങനെയാണ് റീഡ് ഓപ്പറേഷനാണ് നടക്കുന്നതിൽ എങ്ങനെ മനസ്സിലാക്കുക? RD പിന്നെ ആക്റ്റീവാണ്, ലോ ആണെച്ചെങ്കിൽ അത് എന്താണ്, ആക്റ്റീവാണ്. അപ്പോൾ ഈ RD പിന്നെ ആക്റ്റീവ് ആണെങ്കിൽ ഇപ്പം ഡാറ്റ റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൈക്രോ പ്രോസസ്സർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ചിലപ്പോൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഇൻപുട്ട് ഔട്ട്പുട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നായിരിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുക, ഡാറ്റ റീഡ് ചെയ്തുകൊണ്ടിരിക്കാം. ജസ്റ്റ് ലൈക്ക് WR ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺട്രോൾ റൈറ്റ് ഓപ്പറേഷൻ. ഇത് റൈറ്റ് ഓപ്പറേഷനാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. ഇത് 31st പിന്നാണ് പിൻ ഡയഗ്രത്തിൽ. WR ബാർ എന്നുണ്ടായിരിക്കും. ഇത് ഇൻഡിക്കേറ്റ് ദാറ്റ് ടു ബി റൈറ്റ് ടു ദ സെലക്റ്റഡ്, അതായത് മെമ്മറിയിലോട്ടോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ലൊക്കേഷനിലോട്ടോ ഡാറ്റ റൈറ്റ് ചെയ്തുകൊണ്ട് ആയിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇതെങ്ങനെ റൈറ്റ് ആണോ എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക? റീഡ് പറഞ്ഞ പോലെ തന്നെ ഈ പിൻ എന്താണ്, ആക്റ്റീവ്. ലോ ആണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ മൈക്രോ പ്രോസസ്സർ റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ചിലപ്പോൾ മെമ്മറിയിലോട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇൻപുട്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഏതെങ്കിലും IO ഡിവൈസസിലോട്ടായിരിക്കാം റൈറ്റ് ചെയ്തുകൊണ്ട്. ഔട്ട്പുട്ട് ഡിവൈസിലോട്ട് കേട്ടോ. ഇൻപുട്ട് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഡിവൈസ്, മുകളിൽ റീഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസിന്. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IO മെമ്മറി IO എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞത്. IO എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഔട്ട്പുട്ടിലോട്ട് എന്ത് ചെയ്യുക, റൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പം ഇത് എന്താണ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, വേറൊരു പിന്നിനും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാവും. അടുത്തത് ALE അഡ്രസ് ലാച്ച് എനേബിൾ. അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 30th പിന്നാണ് പിൻ ഡയഗ്രത്തിൽ. 30ാമത്തെ പിന്നാണ് അഡ്രസ് ലാച്ച് എനേബിൾ എന്ന് പറയുന്നത്. ഓക്കെ, ദ ALE പിൻ വാല്യൂ ഇൻഡിക്കേറ്റ് വെദർ ദ AD0 ഓർ AD7. AD0 മുതൽ AD7 വരെയുള്ളത് അഡ്രസ് ബസ് ആണോ ഡാറ്റ ബസ് ആണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു AD0 മുതൽ 7 വരെയുള്ള ചില സമയത്ത് എന്തുണ്ടാവും, അഡ്രസ് ബസ് ആയിട്ടും ആക്ട് ചെയ്യലുണ്ട്. ഇതെന്താണ്, ഡാറ്റ ബസ്സാണ്. മനസ്സിലായില്ലേ? AD0 മുതൽ AD7 ഉള്ളത് അഡ്രസ് ബസ്സാണ്, അല്ലെങ്കിൽ ഡാറ്റ ബസ്സാണോ എന്നുള്ളത് എന്ത് ചെയ്യുക, ഓപ്പറേറ്റ് ചെയ്യൽ ഇതുകൊണ്ടാണ്. അപ്പം ഈ ALE അതായത് അഡ്രസ് ലാച്ച് എനേബിൾ 1 ആണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, അഡ്രസ് ബസ്സാണ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഡിഫോൾട്ടായിട്ട് എന്താവും, 0 ആയിരിക്കും ഉണ്ടാവുക. ഡാറ്റാ ബസ്സാണ്, അത് ഡാറ്റാ ബസ് എന്നാണല്ലോ നമ്മൾ പറയാറ്. അപ്പോൾ അതിൽ ALE 1 ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അഡ്രസ് ലാച്ച് എനേബിൾ 1 ആക്കി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കുക, അതായത് AD0 മുതൽ 7 വരെയുള്ളത് ഇപ്പോൾ എന്താണ്, അഡ്രസ് ബസ്സായിട്ട് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 0 ആണെങ്കിൽ എന്താണ്, ഡാറ്റാ ബസ്സായിരിക്കും. അടുത്തത് ഒക്കെ മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ഒന്നും കൂടിയൊക്കെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഒന്ന് സാവകാശമൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കണം കേട്ടോ. ഒറ്റ പ്രാവശ്യം ഒന്ന് വീഡിയോ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാവില്ല. ഒന്ന് സാവകാശം ടൈം എടുത്തിട്ട് കേട്ട് മനസ്സിലാവും. വീഡിയോ ആയതുകൊണ്ട്, റെക്കോർഡിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കേൾക്കാമല്ലോ. ഓക്കെ, അടുത്തത് സ്റ്റാറ്റസ് സിഗ്നൽ. സ്റ്റാറ്റസ് സിഗ്നൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ there are 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ടോ. ഈ സ്റ്റാറ്റസ് സിഗ്നലിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് റീഡ് റൈറ്റ് എന്നുള്ള ഓപ്പറേഷൻ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്നുമില്ല, ഒരു ടാബിൾ രൂപത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും കൂടി മനസ്സിലാവും. ഓക്കെ, സ്റ്റാറ്റസ് സിഗ്നൽ. there are 3 സ്റ്റാറ്റസ് സിഗ്നൽസ്. 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്. IO ബാർ M ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി, S0 S1 ഇങ്ങനെ 3 സ്റ്റാറ്റസ് സിഗ്നൽസ് ഉണ്ട്.
IO bar M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ വെദർ ദ അഡ്രസ് ഈസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓർ മെമ്മറി. അപ്പോൾ അതിലുള്ള അഡ്രസ്സ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണോ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് ആണോ, അതോ മെമ്മറി ആണോ എന്നുള്ളത് ഇത് മനസ്സിലാക്കും. വെൻ ഇറ്റ് ഈസ് ഹൈ, ഇത് 1 ആണെങ്കിൽ ദ അഡ്രസ് ഓൺ ദി അഡ്രസ് ബസ് ഈസ് ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഇതിപ്പോൾ ഹൈ ആണ്, അതായത് IOM എന്ന് പറഞ്ഞ സിഗ്നൽ ആ പിന്നിൽ എന്താണ് 1 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ, 1 ആണ് ഉള്ളത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ അതിലില്ല അഡ്രസ് ബസ്സിലൂടെ പോകുന്ന അഡ്രസ്സ് ഏതിൻ്റെ, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെ അഡ്രസ്സ് ആയിരിക്കും എന്നർത്ഥം. ഇനി അത് 0 ആണെങ്കിൽ എന്താണ്, മെമ്മറി എന്നില്ല, മെമ്മറി അഡ്രസ്സ് ആയിരിക്കും എന്ത് ചെയ്യുക അതിലുണ്ടായിരിക്കാം. അഡ്രസ് ബസ്സിൽ ഏത് അഡ്രസ്സാണ് ഉണ്ടാവുക എന്നുള്ളത് കൺസിഡർ ചെയ്യുന്നത് ഈ IO bar M എന്നില്ല പിന്ന് വെച്ചിട്ടാണ്. അപ്പോൾ IO bar M എന്നില്ല പിന്നിൽ 1 ആണെങ്കിൽ ആ ഡാറ്റാ ബസ്സിൽ അഡ്രസ് ബസ്സിലില്ല അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസിൻ്റെതായിരിക്കും. 0 ആണെങ്കിൽ എന്താണ്, അഡ്രസ് ബസ്സിലില്ല അഡ്രസ്സ് മെമ്മറീൻ്റെതായിരിക്കും. ക്ലിയർ? അടുത്ത S0 or S1 they distinguish the various type of operation. ഇത് ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. ഹാൾട്ട്, റീഡിങ്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ് ഓർ റൈറ്റിംഗ്. ഓക്കെ, ഹാൾട്ട് അതേപോലെ തന്നെ റീഡിങ്, ഇൻസ്ട്രക്ഷൻ ഫെച്ചിങ്, അതേപോലെ തന്നെ റൈറ്റിങ്, ഇങ്ങനത്തെ ഇത്രയും ഓപ്പറേഷൻസ് എന്തുണ്ട് ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ S0 S1 എന്താണെന്നില്ല അടുത്ത ഡയഗ്രത്തോട് കൂടെ നമുക്ക് എന്തുണ്ടാവും, കറക്റ്റായിട്ട് നമുക്കത് മനസ്സിലാവും. ഇപ്പോൾ ഇവിടെ ടേബിൾ നോക്കാം. ഇപ്പം ഇതിൽ IO bar M ഉണ്ട്, എമ്മിൻ്റെ മുകളിലൊരു ബാറുണ്ട് കേട്ടോ, ഒരു ബാറുണ്ട്. IO or M bar എന്നാണ് അത് അതിൽ കാണിക്കാറ്, നമ്മൾ പിൻ ഡയഗ്രത്തിൽ കാണിച്ചില്ലായിരുന്നു. IO bar M ബാറിൻ്റെ അവിടെ എന്ത് ചെയ്യാം, 0 ആണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്താ കണ്ടോ, അതിൽ 3 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം, മെമ്മറി റീഡ്, മെമ്മറി റൈറ്റ് ആണ്. അപ്പോൾ റീഡ് അല്ലെങ്കിൽ റൈറ്റ് എന്നുള്ള ഓപ്പറേഷനാണ് അവിടെ വരുന്നത്. പിന്നെ അതേപോലെ തന്നെ നോക്കിയേ 1 ആണെങ്കിൽ നോക്കിയേ അതിൻ്റെ തൊട്ട് ആദ്യത്തെ 0 നമ്മൾ കൺസിഡർ ചെയ്യേണ്ട, അത് നമുക്ക് പറയാം. ഓക്കെ, രണ്ടാമത്തെ റോ നോക്കിയേ 0, മൂന്നാമത്തും 0 ആണ്. അതെന്താ, ഒന്ന് റീഡ് ഒന്ന് റൈറ്റ് ആണ്. അതെന്താണ്, മെമ്മറിയിൽ നിന്നുള്ള റീഡും മെമ്മറിയിൽ നിന്നുള്ള റൈറ്റും എന്നാണ് അവിടെ മനസ്സിലാക്കുന്നത്. ഇനി അടുത്ത് നോക്കിയേ 2 1 നടക്കുന്നില്ലേ, അതെന്താണ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള റീഡ് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നുള്ള റൈറ്റ്. IO റീഡ് അല്ലെങ്കിൽ IO, അതായത് ഇൻപുട്ട് റീഡ് ഔട്ട്പുട്ട് റൈറ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഫസ്റ്റത്തെ നോക്കിയേ. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ പുറത്തും ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ നോക്കിയേ 0 അതേപോലെ തന്നെ S1 S0 എന്താ 1 ആണെങ്കിൽ ഓഫ് കോഡ് ഫെച്ച് ആയിരിക്കും, ഓപ്പറേഷൻ കോഡ് ഫെച്ചിങ് ആയിരിക്കും. ഓപ്പറേഷൻ കോഡ് അതായത് ഓപ്പറേഷൻ ചെയ്യാനുള്ള കോഡ് ഉണ്ടാവില്ല, പ്ലസ് എന്നില്ല ഓപ്പറേഷൻ കോഡ് ഉണ്ടാവുമല്ലോ, അത് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഓപ്പറേഷൻ കോഡ് ഫെച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ 0 1 0 S1 1 S0 0 ആണെങ്കിൽ റീഡ് ഓപ്പറേഷൻ ആയിരിക്കും. മനസ്സിലായില്ലേ? S1 1 അതൊരു കോമ്പിനേഷനാണ്. S1 S2 S1 S0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പിനേഷനാണ്, അതിനെ രണ്ടിനെയും കൺസിഡർ ചെയ്തിട്ടാണ്. അപ്പം S1 S0 1 ആണെങ്കിൽ S1 S0 1 ആണെങ്കിൽ എന്താണ്, ഓഫ് കോഡ് ഫെച്ച് ആയിരിക്കും, മെമ്മറിയിൽ നിന്ന് ഓഫ് കോഡ് ഫെച്ച് ആയിരിക്കും നടക്കുന്നുണ്ടാവുക. ഇനി അതേപോലെ തന്നെ താഴെ നോക്കിയേ 0 മെമ്മറിയിൽ നിന്നാണ് അല്ലേ, മെമ്മറിയിൽ നിന്നാണ്. ഇനി റീഡാണോ റൈറ്റ് ആണോ എന്നുള്ളതുണ്ടാ S1 S0 കൺസിഡർ ചെയ്യാണ്. S1 1 വന്ന് S0 0 ആണെച്ചെങ്കിൽ റീഡ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ തൊട്ട് താഴെ IOൻ്റെ നോക്കിയേ, അവിടെയും റീഡിൻ്റെ ഓപ്പറേഷൻ്റെ അവിടെ നോക്കിയേ S1 1 S0 0 ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ 3 ഈ IO bar M S1 S0 കൺസിഡർ ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, മെമ്മറിയിൽ നിന്ന് റീഡാണോ മെമ്മറിയിൽ നിന്ന് റൈറ്റ് ആണോ എവിടെ നിന്നാണ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുന്നത് 3 വെച്ചിട്ടാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അടുത്തത് നോക്കിയേ, മൂന്നാമത്തെ റോ മെമ്മറിയിൽ നിന്നാണ് അല്ലേ, എന്ത് ഓപ്പറേഷനാണെന്നുള്ളത് എന്താ, S1 0 ആണ്, S0 1 ആണ്. ദാറ്റ് മീൻസ് അതെന്താ, റൈറ്റ് ആണ്, മെമ്മറിയിലോട്ട് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അടുത്ത റോ നോക്കിയേ 1 മീൻസ് എന്താ, IO ഡിവൈസ് എന്നാണ് എന്നർത്ഥം, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസ് എന്നാണ്. S1 റീഡാണ്, എന്താ S0 0 ആണ്. ദാറ്റ് മീൻസ് IO ഡിവൈസിൽ നിന്ന് റീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. അടുത്ത റോ എന്താണ്, 1 IO ഡിവൈസ് എന്നാണ്, S1 0 ആണ്, S1 0 ആണ്, S0 1 ആണ്. ദാറ്റ് മീൻസ് എന്താണ്, റൈറ്റ് ആണ്, അതായത് IO ഡിവൈസിലോട്ട് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം.
അടുത്തത് 3ഉം 1 ആണെങ്കിൽ എന്താണ്, ഇൻട്രപ്ഷൻ അക്നോളജ്മെൻ്റ് ആണ്. അതായത് ഒരു ഇൻട്രപ്ഷൻ്റെ അക്നോളജ്മെൻ്റ് ആണ് അത് ചെയ്യുന്നത്. 0 എല്ലാം 0 ആണെച്ചെങ്കിൽ ഹാൾട്ട് സ്റ്റേറ്റ്. മനസ്സിലായില്ലേ, ഹാൾട്ട് എന്നാണ്. അപ്പോൾ നമ്മൾ എന്താണ് മെമ്മറിയിൽ IO/M എന്താണ്, S1 എന്താണ്, S0 എന്താണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഓക്കെ, അടുത്തത് പവർ സപ്ലൈ. അപ്പോൾ നമ്മളതിൽ പിൻ ഡയഗ്രത്തിൽ 2 എണ്ണം കണ്ടിരുന്നു, VCC ആൻഡ് VSS കണ്ടിട്ടുണ്ടായിരുന്നു. ദെയർ ആർ 2 പവർ സപ്ലൈ സിഗ്നൽസ്, VCC ആൻഡ് VSS. VCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് കോമൺ കൺട്രോളാണ്, ഇൻഡിക്കേറ്റ്സ് +5 വോൾട്ട് പവർ സപ്ലൈ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൈക്രോ പ്രോസസർ 8085 +5 വോൾട്ടിലാണിത് സപ്ലൈ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മൈക്രോ പ്രോസസ്സറിലോട്ടില്ല ഈ ഓപ്പറേഷൻസൊക്കെ ചെയ്യാനുള്ള പവർ വരുന്നത് ആ ഒരു പിന്നിലൂടെയാണ്. മനസ്സിലായില്ലേ, ആ ഒരു പിന്നിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, +5 വോൾട്ട് പവർ സപ്ലൈ മൈക്രോ പ്രോസസ്സറിലോട്ട് വരുന്നത്. VSS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സ് സപ്ലൈന് ഇൻഡിക്കേറ്റ് ഗ്രൗണ്ട് സിഗ്നലിനെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രൗണ്ട് സിഗ്നലിനെയാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, VCCയിലാണ് ഈ മൈക്രോ പ്രോസസ്സറിലോട്ടുള്ള പവർ കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് ക്ലോക്ക് സിഗ്നൽസ് ആണ്. ദർ ആർ 3 ക്ലോക്ക് സിഗ്നൽസ്, ദാറ്റ് ഈസ് S1, S2, ക്ലോക്ക് ഔട്ട്. ഇങ്ങനെ 3 ക്ലോക്ക് സിഗ്നൽസ് ആണുള്ളത്. S1, S2, CLK ഔട്ട്, ക്ലോക്ക് ഔട്ട്. S1 ആൻഡ് S2, ദർ ആർ 2 പെയർ ആർ കണക്റ്റഡ് ടു എ ക്രിസ്റ്റൽ. ഓക്കെ, കണക്റ്റഡ് ബിറ്റ്വീൻ, ഇല്ലേ, ക്രിസ്റ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ഷൻ ബിറ്റ്വീൻ പിൻ X1 ആൻഡ് X2 തമ്മിലൊരു കണക്ഷനാണ്. Okay, the frequency is initiated divided by 2. Therefore the operation system at 32 MHz. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ്റെ ഇതിൻ്റെ മൈക്രോ പ്രോസസ്സറിന് 3 MHz ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ പ്രോസസ് സ്പീഡ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് ക്രിസ്റ്റലാണ് സമയത്ത് കണക്റ്റഡ് S1 S2ൻ്റെ കൂടി കമ്പൈൻ ചെയ്യാണ്ട് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 6 MHz എന്ത് ചെയ്യാം ഇതിൻ്റെ സ്പീഡായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു പെയറിങ് ആണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, അടുത്തത് CLK ഔട്ട്. ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു സിസ്റ്റം ക്ലോക്ക് ഫോർ ഡിവൈസ് കണക്റ്റഡ് വിത്ത് ദ മൈക്രോ പ്രോസസ്സർ. ഓക്കെ, ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു ദ സിസ്റ്റം ക്ലോക്ക് ഫോർ ഡിവൈസസ് കണക്റ്റഡ് വിത്ത് ദ മൈക്രോ പ്രോസസ്സർ. മൈക്രോ പ്രോസസ്സറായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസിൻ്റെ സിസ്റ്റം ക്ലോക്ക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് വർക്ക് അങ്ങനെ ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്ലോക്ക് ഔട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത്രയേ ഉള്ളൂ ഇതൊക്കെ. അടുത്തത് ഇൻറ്ററപ്റ്റ് ആൻഡ് എക്സ്റ്റേണലി ഇനിഷ്യേറ്റഡ് സിഗ്നൽസ്. Interrupt at the signals generated by external device to request external device to request the അപ്പം ഇൻറ്ററപ്റ്റ് സിഗ്നൽസ് എക്സ്റ്റേണൽ ഡിവൈസ് ഈസ് റിക്വസ്റ്റഡ് മൈക്രോപ്രോസസ്സർ പെർഫോം ദ ടാസ്ക്. ദർ ആർ 5 ഇൻറ്ററപ്റ്റ് സിഗ്നൽസ്: ട്രാപ്പ്, റീസെറ്റ് 7.5, റീസെറ്റ് 6.5, റീസെറ്റ് 5.5 ആൻഡ് ഇൻഡിൻ. INTA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഇൻറ്ററപ്റ്റഡ് അക്നോളജ്മെൻറ്റ് സിഗ്നലാണ്. ഇൻറ്ററപ്റ്റ് അക്നോളജ്മെൻറ്റ് സിഗ്നൽ, അക്നോളജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസീവ് ചെയ്തല്ലോ എന്നുള്ളൊരു അക്നോളജ്മെൻറ്റ് സിഗ്നലാണ് INTA എന്ന് പറയുന്നത്. അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റ് ഇൻ. ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ദ മൈക്രോ പ്രോസസ്സർ ബൈ സെറ്റിംഗ് ദ പ്രോഗ്രാം കൗണ്ടർ ടു 0. ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടറിൽ 0 സെറ്റ് ചെയ്തിട്ട് മൈക്രോ പ്രോസസ്സർ റീസ്റ്റാർട്ട് ചെയ്യാനും ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. റീസെറ്റ് ഔട്ട്. ദിസ് സിഗ്നൽ ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ഓൾ ദ കണക്റ്റഡ് ഡിവൈസസ് വെൻ ദ മൈക്രോ പ്രോസസ്സർ ഈസ് റീസ്റ്റാർട്ട്. അപ്പോൾ മൈക്രോ പ്രോസസ്സർ റീസ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ഡിവൈസസും എന്ത് ചെയ്യുക, റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദി സിഗ്നൽ ഈസ് യൂസ്ഡ് ടു റീസെറ്റ് ഓൾ ദ കണക്റ്റഡ് ഡിവൈസസ്. എല്ലാ കണക്ട് ചെയ്ത മൈക്രോ പ്രോസസ്സറായിട്ടുള്ള കണക്ട് ചെയ്ത എല്ലാ ഡിവൈസസും റീസെറ്റ് ചെയ്യാണ്. വെൻ ദ മൈക്രോ പ്രോസസ്സർ ഈസ് റീസെറ്റ്. അത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പോൾ ഇത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് അതെല്ലാം റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. റെഡി. അടുത്തത് എന്താണ്, റെഡിയാണ്. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഡിവൈസ് ഈസ് റെഡി ടു സെൻഡ് ഓർ റിസീവ് ഡാറ്റ. നമ്മൾ ഡിവൈസ് റെഡി ആണോ അല്ലേ എന്നുള്ളത് എന്ത് ചെയ്യുക, ഡാറ്റ റിസീവ് ചെയ്യാൻ റെഡി ആണോ അല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ ലോ ആണ് വെച്ചെങ്കിൽ എന്താണ് ഇത് ഇഫ് റെഡി ഈസ് ലോ ദെൻ ദ CPU ഹാസ് ടു വെയിറ്റ് ദ റെഡി ടു ഹൈ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, പിന്നെ എന്തുണ്ടാവും, ഹൈ ആകാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും, ഇത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും എന്നർത്ഥം. ഓക്കെ, അടുത്തത് ഹോൾഡ്. ദിസ് സിഗ്നൽ ഇൻഡിക്കേറ്റ് ദാറ്റ് അനദർ മാസ്റ്റർ, വേറൊന്നും എന്ത് ചെയ്യുന്നു, ഡാറ്റാ ബസ് ഇതിനെ റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്ത് അനദർ മാസ്റ്റർ റിക്വസ്റ്റഡ് ദ യൂസ് ദ അഡ്രസ് ആൻഡ് ഡാറ്റാ ബസ്. അഡ്രസ് ബസ്സിന് ഡാറ്റാ ബസ്സിന് വേറെന്തോ ഒരു മാസ്റ്റർ എന്ത് ചെയ്യുന്നത് ഇതിന് റിക്വസ്റ്റ് ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഹോൾഡ് എന്നുള്ള സിഗ്നൽ വർക്ക് ചെയ്യുന്നത്. ഹോൾഡ് അക്നോളജ് അതേപോലെ തന്നെ എന്ത് ചെയ്യാം, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് CPU ഹാസ് റിസീവ് ദ ഹോൾഡ് റിക്വസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യാം, അപ്പോൾ ഇത് മനസ്സിലാക്കുന്നത് എന്താണ്, വേറെ എന്തോ ഒരു ഹോൾഡ് റിക്വസ്റ്റ് എന്തുണ്ട് CPU-ന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്തുണ്ടാവും, ഇതെന്തുണ്ടാവും നെക്സ്റ്റ് ക്ലോക്ക് പൾസിൽ എന്തുണ്ടാവും, ഈ ഡാറ്റ എന്തുണ്ടാവും, അങ്ങോട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് റീസെറ്റ് ആകും എന്നുള്ളത് എന്ത് ചെയ്യുക, അങ്ങോട്ട് സെറ്റ് ആകും, അല്ലെങ്കിൽ ആ ഡാറ്റാ ബസ് അങ്ങോട്ട് യൂസ് ചെയ്യും എന്നുള്ളത് എന്ത് ചെയ്യും, ഇത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, പിന്നെ അടുത്തത് സീരിയൽ IO സിഗ്നൽസ്. ദർ ആർ 2 സീരിയൽ സിഗ്നൽസ്, SID ആൻഡ് SOD. ഇതൊക്കെ ഇതേപോലെ ജസ്റ്റ് എഴുതിയാൽ മതി. ഇത്ര വൈഡായിട്ടൊന്നും നമ്മൾ ഈ ഭാഗങ്ങളൊന്നും ഇതാക്കണ്ട. അതിന് മെയിനായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറഞ്ഞിട്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ SOD സീരിയൽ ഔട്ട്പുട്ട് ഡാറ്റ ലൈൻസ്. ദിസ് ഔട്ട്പുട്ട് SOD ഈസ് സെറ്റ് ഓർ റീസെറ്റ് ആസ് സ്പെസിഫൈഡ് ബൈ ദ സെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക്. അതായത് സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിം ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പം ഇത് ഔട്ട്പുട്ട് SOD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് റീസെറ്റ് ആസ് സ്പെസിഫൈഡ് ബൈ ദ സിം ഇൻസ്ട്രക്ഷൻ. അതായത് സിം ഇൻസ്ട്രക്ഷനെ സ്പെസിഫൈ ചെയ്തിട്ട് ഇത് സെറ്റ് റീസെറ്റ് എന്നുള്ള എന്ത് ചെയ്യും, അവിടെ നിന്നായിരിക്കും എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാന്നർത്ഥം. അടുത്ത SID സീരിയൽ ഇൻപുട്ട് ഡാറ്റ ലൈൻസ്. ദ ഡാറ്റ ഓൺ ദിസ് ലൈൻ ഈസ് ലോഡഡ് ഇൻ ടു അക്യുമുലേറ്റർ വെൻ എവർ RMI ഇൻസ്ട്രക്ഷൻ ഈസ് എക്സിക്യൂട്ടഡ്. RMI ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം, ഡാറ്റ ഓൺ ദ ലൈൻസ് ലോഡ് ടു ദ അക്യുമുലേറ്ററിലേക്ക് എന്ത് ചെയ്യും, അതെന്ത് ചെയ്യും, ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനർത്ഥം. ഓക്കെ, അപ്പം പിൻ ഡയഗ്രാം കറക്റ്റായിട്ട് പിൻ ഡയഗ്രാം ചോദിക്കുകയാണെങ്കിൽ പിൻ ഡയഗ്രാം നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കറക്റ്റായിട്ട് നമ്മൾ വരച്ചിട്ട് എന്ത് ചെയ്യുക, മെയിനായിട്ട് അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓരോന്നായിട്ട് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓരോ പിന്നും ഇത്രാമത്തെ പിന്നാണ്, അതൊന്നും ഞാൻ ഇതിൽ ഓരോന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിൻ ഡയഗ്രാം വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോന്നും എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഈ പിന്ന് ഇത്രാമത്തെ പിന്നിലാണ്, മനസ്സിലായില്ലേ. നമ്മൾ ഫസ്റ്റത്തെ ഏതോ 1-2 നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്, റീഡ് റൈറ്റോ എന്ന് പറഞ്ഞിരുന്നത് 31 പിന്നാണ്, അങ്ങനെ എത്രാമത്തെ പിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഡയഗ്രത്തിൽ എന്ന് പറഞ്ഞാണ്ട് ഒരു സെൻറ്റൻസ് അങ്ങനെ തന്നെ ആവും. പിന്നെ അങ്ങനെ ഇതിനെക്കുറിച്ചുള്ള ഓപ്പറേഷൻസും ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അത് എഴുതുമ്പോൾ തന്നെ എന്തുണ്ടാവും, അവരാ ചോദിച്ച മാർക്കിനുള്ള ഡാറ്റ അല്ലെങ്കിൽ മാർക്കിനുള്ള ആൻസർ എന്തുണ്ടാവും, അതിലുണ്ടായിരിക്കും എന്നർത്ഥം. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഈ മൊഡ്യൂൾ അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോ കറക്റ്റായിട്ട് കേൾക്കണം. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, നോട്ട് എന്ത് ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ഇട്ട് തരുന്നുണ്ട് PDF ആക്കിയിട്ട്. ഓക്കെ, താങ്ക് യു.